ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ ഞാൻ ഒരു നിബന്ധനകളും പാലിച്ചില്ല. ഷിഫ്റ്റ് ഡ്യൂട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് പാലിക്കാൻ പറ്റുകയില്ലെന്ന് മനസ്സിൽ കരുതിയത് കൊണ്ട് തന്നെ അത് ഇടയ്ക്ക് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാനത് തുടർന്നുമില്ല. പിന്നെ ഞാൻ പലവട്ടം വെക്കേഷന് നാട്ടിൽ വന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മാറി മാറി ഞാൻ പഠിച്ചു. പക്ഷേ തോൽവി തന്നെയായിരുന്നു ഫലം. 2 വിഷയം എനിക്ക് കിട്ടും, 2 വിഷയം കിട്ടിയില്ല. അങ്ങനെ പല തവണയായി വീട്ടുകാരും അടുത്തു. എൻ്റെ 4 വയസ്സുള്ള മകൻ ഉൾപ്പെടെ എന്നോട് ചോദിച്ചു, അമ്മ ഇത് എത്രാമത്തെ തവണ എക്സാം എഴുതുന്നേ, എന്തിനാ വീട്ടിലോട്ട് വിളിക്കുന്നത്, അമ്മ തോറ്റുപോയില്ലേ? ഈ നാട്ടിലില്ലാത്ത മറുനാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു വാക്ക് ഭയങ്കര വേദന നിറഞ്ഞ ഒരു വാക്കായിരുന്നു. പലതവണ കരഞ്ഞു, ദൈവത്തോട് അപലാതിപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ തവണ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുത്തു. മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരു സുഹൃത്ത് ജപം പോലെ എപ്പോഴും ഞാൻ പറയും, അമ്മേ എന്നെ ജയിപ്പിക്കണേ, എന്നെ ജയിപ്പിക്കണേ.